നമസ്തേ, പ്രീതാസ് കിലറിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളോട് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കോവയ്ക്ക ഫ്രൈ ആണ്. കുറച്ച് ഡിഫറെൻ്റ് ആയ രീതിയിലാണ് ഇതുണ്ടാക്കുന്നത്. ഇത് ചോറിൻ്റെയും ചപ്പാത്തിൻ്റെയും ചായയുടെ ഒക്കെ കൂടെ കടിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കില്ലല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എന്നാൽ ഈ കോവയ്ക്ക ഫ്രൈ എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. കോവയ്ക്ക ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് നേരം വെള്ളത്തിലിട്ടതിന് ശേഷം നേരൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാനിതാ കുറച്ച് തവണ അങ്ങനെ രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ കട്ട് ചെയ്യാം. ഫ്രൈ ഉണ്ടാക്കാൻ കുറച്ചുകൂടി നല്ലത് ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്യണതാണ്. പിന്നെ ഒരുപാട് കനത്തിലൊന്ന് കട്ട് ചെയ്യണ്ട. അത് ആദ്യത്തെ എടുത്തത് തീരെ വണ്ണമില്ലാത്ത കോവയ്ക്ക കൊണ്ട് ഞാൻ രണ്ടാക്കിയിട്ടേ ഉള്ളൂ. ഇതുണ്ടല്ലേ, ഞാൻ മൂന്നാക്കിയിട്ടുണ്ട്. ഇത്രയ്ക്ക് കനത്തിലൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. കുറച്ച് വലുതൊക്കെ ആണെങ്കിൽ ഇതുപോലെ മൂന്നാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ആ കോവയ്ക്കെല്ലാം ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. പിന്നെ ഒരുപാട് നൈസായിട്ട് കട്ട് ചെയ്യരുത്. നല്ല നൈസായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുഴഞ്ഞു പോവുകയുള്ളൂ. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളും കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. കുറച്ച് റോസ്റ്റഡ് പീനട്ടാണ്. നമ്മൾ വറുത്ത കടലയൊക്കെ കഴിക്കണില്ലേ, ആ പീനട്ടാണ്. അതൊരു 2.5 ടേബിൾ സ്പൂണോളം ഉണ്ടാവും. ഒരു 1.5 ടേബിൾ സ്പൂണോളം പൊട്ടുകടലയും, 3/4 ടീസ്പൂൺ പെരിഞ്ജീരകവും, 1/4 ടീസ്പൂൺ നല്ല ജീരകവും, ഒരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും, ഒരു 2-3 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് പൊടിച്ചെടുക്കണം. ഇനി ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ആ പാൻ ഇതേപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക, എല്ലാ ഭാഗത്തും എണ്ണ ആവാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്. അതൊന്ന് ഇതിലേക്ക് ഊരിയിട്ട് ഇട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്യാം. ചെറുതായിട്ട് കറിവേപ്പിലയൊക്കെ ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ച കോവയ്ക്ക ഉണ്ടല്ലോ, ആ കോവയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കോവയ്ക്ക ഇട്ടതിന് ശേഷം ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് വഴറ്റണ്ട, എന്നാലും അത്യാവശ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വേഗം വഴന്ന് വരാനുമല്ല, കോവയ്ക്കയിൽ ഉപ്പൊക്കെ പിടിക്കുമല്ലോ. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടിട്ട് നേരൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നല്ലോണം അങ്ങോട്ട് വെന്ത് വരാൻ പാടില്ല, ചെറുതായിട്ടൊന്ന് വേവണം. അപ്പോൾ വേഗം ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക. ഇപ്പോൾ കോവയ്ക്ക ആവശ്യത്തിന് വഴന്നിട്ടുണ്ടാവും. അങ്ങോട്ട് വെന്ത് പോവരുത്. ഇതുപോലെ ചെറുതായിട്ടൊന്ന് വഴലാനേ പാടുള്ളൂ. അതിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറുന്നവരെ നല്ല ബലം ഉണ്ടാവും വേണം. ഇനി ഇതിലേക്ക് നമ്മൾ നമ്മൾ നേരത്തെ അവിടെ എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ചില്ലേ, ആ പൊടിച്ചു വെച്ച അതെല്ലാം ഞാനൊന്ന് മിക്സിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. ആ പൊടിച്ചു വെച്ച മസാലപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. മുഴുവനായിട്ടും അങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണ്ട, അപ്പോൾ അത് മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇങ്ങനെ കുറച്ചായിട്ടൊന്ന് ഇട്ടിട്ടൊന്ന് നേരൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ മസാല നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. എത്രമാത്രം മസാലയാണ് നിങ്ങൾക്ക് ആവശ്യിച്ചാൽ അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. മുഴുവനായിട്ട് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കേണ്ടതിന് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. പക്ഷേ എന്തായാലും ഇതുപോലെ കുറച്ചായിട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്താലാണ് നേരെ മിക്സ് ആവുള്ളൂ. പിന്നെ ഈ പൊടികൾ ഇടുമ്പോൾ കുറച്ചുകൂടി എണ്ണ ഒഴിച്ച് കൊടുക്കേണ്ടി വരും. ഞാൻ ആ എണ്ണ ഒഴിച്ച് കൊടുക്കുമ്പോൾ വീഡിയോ ഓണാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരുപാട് എണ്ണയൊന്നും വേണ്ട, കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കണം. എന്നാലാണ് പൊടികൾ നേരെ ഇതുപോലെ മിക്സ് ആവുള്ളൂ. ഈ പൊടികൾ ഇട്ടതിന് ശേഷം പിന്നെ വീണ്ടും അടച്ചു വെച്ച് കുക്ക് ചെയ്യേണ്ടതെന്ന് ആവശ്യമില്ല. ഒന്ന് ചെറുതായിട്ടൊന്ന് മൊരിയിച്ചെടുത്താൽ മതി. അപ്പോൾ സ്റ്റവിൻ്റെ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അതുപോലെ പരത്തിയിട്ടിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കുക. ഞാനിത് ഒരുപാട് മൊരിയിച്ചെടുക്കണില്ല, കാരണം ചായക്ക് കടിക്കാനല്ല അത് ഉണ്ടാക്കുന്നത്. അത് ചപ്പാത്തിക്കും ചോറിനൊക്കെ കഴിക്കുന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഓരോരുത്തർക്ക് ഇഷ്ടമല്ലേ, ചിലവർക്ക് നല്ല മൊരിഞ്ഞതാവും, ചിലവർക്ക് മൊരിയാത്തതാവും ഇഷ്ടം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മൊരിയിച്ചെടുത്തോളൂ. ഇനി സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഒരു ഡിഫറൻ്റ് ആയ ടേസ്റ്റാണ് ഈ കോവയ്ക്ക ഫ്രൈക്ക്. അപ്പോൾ അതെല്ലാവരും പാകത്തിനുള്ള എരിവ് മസാലയൊക്കെ പാകത്തിനേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്തോളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ നമുക്കിനി അടിപൊളി പുതിയ റെസിപ്പിയുമായി കാണാം. നന്ദി, നമസ്കാരം.